ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും. ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലൂഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവചകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വരശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവചകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. കൽക്കി ദേവൻ അവതരിച്ചു. ഇതാ ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റേതായ പ്രശ്ന പരിഹാരവും. ഇതിനു പുറമെ ഔഷധമില്ലാതെ സർവരോഗ നിവാരണവും. 4 യുഗങ്ങൾ ഉള്ളതിൽ 4ലും യുദ്ധമാണ് സംഭവിക്കുന്നത്. ആദ്യത്തെ യുഗമായ കൃതായുഗത്തിൽ 2 ലോകങ്ങൾ തമ്മിൽ, അതായത് ദേവലോകവും അസുരലോകവും, ദേവാസുര യുദ്ധം. രണ്ടാമത്തെ യുഗമായ ത്രേതായുഗത്തിൽ 2 രാജ്യങ്ങൾ തമ്മിൽ, രാമരാജ്യവും രാവണ രാജ്യവും, ലങ്ക, രാമ രാവണ യുദ്ധം. മൂന്നാമത്തെ യുഗമായ ദ്വാപര യുഗത്തിൽ 2 കുടുംബങ്ങൾ തമ്മിൽ, പാണ്ഡവരും കൗരവരും, കുരുക്ഷേത്ര യുദ്ധം. നാലാമത്തെ യുഗമായ കലിയുഗം, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുഗം. ഈ കലിയുഗത്തിൽ ഓരോ വ്യക്തികളുടെയും മനസ്സിലാണ് യുദ്ധം. 3 യുദ്ധത്തിലും നന്മ തന്നെയാണ് ജയിച്ചത്. 4ാമത്തെ കലിയുഗത്തിലും നന്മ തന്നെ ജയിക്കും. ഈ യുദ്ധം നടക്കുന്നത് അവരവരുടെ മനസ്സിലാണ് എന്ന് മാത്രം. ഏതൊരു മനുഷ്യരുടെയും മനസ്സിൽ തന്നെയാണ് സദ്ഗുണവും ദുർഗുണവും. ഇത് തമ്മിലാണ് യുദ്ധം. സദ്ഗുണത്തിന് പ്രാധാന്യം കൊടുത്താൽ ഈശ്വരനും, ദുർഗുണത്തിന് പ്രാധാന്യം കൊടുത്താൽ നശ്വരനുമാണ് ഉണ്ടാവുക. ഇവിടെ എന്ത് വേണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവരവരുടെ മാത്രം. എന്ത് വന്നാലും എത്ര കാലം കഴിഞ്ഞാലും ഈശ്വരൻ മാത്രമേ ജയിക്കുകയുള്ളൂ. അത് കാരണം എല്ലാവരും ഈശ്വരനെ ഉണർത്തുക. ഇതിനുള്ള എളുപ്പ വഴി അവരവരുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ഈശ്വരനെ മന്ത്രോച്ചാരണം കൊണ്ട് ഉണർത്തുക. അത്യാഗ്രഹത്തോടെ, അതായത് അമിതമായ ആഗ്രഹത്തോടെ ഒന്ന് ചേർന്ന് മുന്നോട്ട് പോവുക. ഈശ്വരൻ എപ്പോഴും കൂടെ ഉണ്ട്. ഇതിൽ മാത്രമേ നന്മയുള്ളൂ. നന്മ വന്നാൽ എല്ലാ ഭാഗ്യവും വരും. നല്ല പ്രവൃത്തി തന്നെയാണ് നന്മ. ഇവിടെ അനുസരണ അനിവാര്യമാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു. വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം. ഭാരതിയമ്മ ദേവകൃപ, നള്ളത്ത് റോഡ്, പൂജപ്പുര, തിരുവനന്തപുരം. പിൻകോഡ് 695012. കേരളം. ഭാരതം. ഫോൺ നമ്പർ 0471.
2 3 5 2 7 1 4. മൊബൈൽ നമ്പർ 8089742539. വേറൊരു നമ്പർ 8543527214. സർവ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഭഗവാൻ നൽകണമെന്നും ഭഗവാൻ അത് കൊടുക്കണമെന്നും അത്യാഗ്രഹത്തോടു കൂടി, അമിതമായ ആഗ്രഹത്തോടു കൂടി തന്നെ ഞാനിതാ ഭഗവാന്റെ കാൽക്കലിലേക്ക് സമർപ്പിക്കുന്നു. ഭഗവാൻ ഇത് സ്വീകരിച്ച് ലോക നന്മയ്ക്കായി എല്ലാവർക്കും നന്മ നൽകണേ എന്ന് ഞാനിതാ സമർപ്പിക്കുന്നു. ഞാനെല്ലാം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു.